അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് ക്രിസ്റ്റൽ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗൻ ലുക്കുള്ള ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ വൈറ്റ് കളറിലെ 4mm സൈസിലെ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുന്തിരി കളറിലെ തീരെ ചെറിയ സൈസിലെ ക്രിസ്റ്റൽ ബീഡ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 3mm അല്ലെങ്കിൽ 4mm സൈസിലെ സിൽവർ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെ ഗിയർ വയറും എടുക്കാം. പിന്നെ നമുക്ക് മെറ്റൽ ഹെയർ ബാൻഡ് അല്ലെങ്കിൽ നോർമൽ ഹെയർ ബാൻഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് തന്നെ ഈ ഹെയർ ബാൻഡിൻ്റെ മേക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് ഗിയർ വയർ എടുക്കാം. നോർമലി ഞാൻ പറയുന്ന പോലെ നല്ല ലെങ്ത്തിലൊന്നും നമുക്ക് ഈ ഒരു ഗിയർ വയർ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഹെയർ വയറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗിയർ വയർ എടുക്കുക. പക്ഷേ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്നത് ഒറ്റ സ്ട്രിങ്ങിൽ ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗിയർ വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡിങ്ങിൽ കുറച്ച് മാത്രം ബാക്കി നിർത്തിയിട്ട് ബാലൻസ് പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വൈറ്റ് ക്രിസ്റ്റൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേപ്പ് കളറിലെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്രേപ്പ് കളറിലെ ക്രിസ്റ്റൽ ബീഡ് നീക്കി നിർത്തിയിട്ട് വൈറ്റ് കളറിലെ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കി ഗിയർ വയർ കടത്തി വിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ബാക്കി സ്ട്രിങ്ങിൻ്റെ എൻഡിങ്ങിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ക്രിസ്റ്റൽ ഇടുക, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗ്രേപ്പ് കളറിലെ ക്രിസ്റ്റൽ ഇട്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിട്ട് കിട്ടും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രേപ്പ് കളറിലെ ബീഡ് നീക്കി നിർത്തിയിട്ട് വൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഗിയർ വയർ കടത്തി വിട്ട് ടൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിൻ്റെയും ഇടയിൽ കൂടെ ബാക്കി സ്ട്രിങ് മുകളിലേക്ക് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ താഴെ നിൽക്കുന്ന കുറച്ച് ഗിയർ വയർ ഇങ്ങനെ കൂട്ടിപ്പിരിച്ച് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അധികം കൺഫ്യൂഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്ന പ്രോസസ്സ് അത്യാവശ്യം നല്ലപോലെ തന്നെ വീഡിയോയിൽ 1-2 പ്രാവശ്യം കാണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് ഇടുക, അതിൻ്റെ പൊക്കത്തേക്കായിട്ട് നമ്മളുടെ ചെറിയ സൈസിലെ ഗ്രേപ്പ് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രേപ്പ് ക്രിസ്റ്റൽ ബീഡ് നീക്കി നിർത്തിയിട്ട് വൈറ്റ് ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഗിയർ വയർ കടത്തി വിട്ട് നല്ല ടൈറ്റാക്കി വലിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് എടുക്കേണ്ട ഗിയർ വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഹെയർ ബാൻഡിൽ എത്രത്തോളം ലെങ്ത്തിലാണ് ഈ ഒരു ബീഡിൻ്റെ ഈ ഒരു ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും ലെങ്ത്ത് വരുന്ന രീതിയിൽ എടുക്കാം. അതായത് ഇപ്പോൾ ഹെയർ ബാൻഡ് തിക്കിൽ നിറച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരു 2 മീറ്ററോളം എടുത്തോളൂ. കുറച്ച് നമ്മൾ ഗിയർ വയർ എടുക്കുന്നതിലൊന്നും പിശുക്ക് കാണിക്കേണ്ട കേട്ടോ. കാരണം ചിലപ്പോൾ പിശുക്ക് കാണിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് തികയായിക വരാം. അപ്പോൾ നമുക്ക് ഒരിക്കലും തികയായിക വരാതിരിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ഗിയർ വയർ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക, നമ്മളതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതുപോലത്തെ ഹെയർ ആക്സസറീസൊക്കെ നമ്മൾ സെയിലാക്കുന്നുണ്ട്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ഒത്തിരി അധികം ഹെയർ ആക്സസറീസിൻ്റെയും മറ്റും വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ തന്നെ മറക്കാണ്ട് നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായെങ്കിൽ നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലെങ്ത്തിലതേ നമ്മളുടെ ബീഡ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഗിയർ വയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റ് ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമായിരിക്കണം നമ്മൾ കടത്തി കൊടുക്കേണ്ടത്. നമ്മളുടെ ആ ഒരു മുകളിലത്തെ ഗ്രേപ്പ് കളറിലെ ക്രിസ്റ്റൽ ബീഡ് നീക്കി നിർത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ കൈ വെച്ചൊന്ന് ജസ്റ്റ് അങ്ങാടേക്കും നീക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലോട്ടായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗിയർ വയർ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഹെയർ ബാൻഡിലേക്ക് നമ്മളുടെ ഈ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന ബീഡിൻ്റെ ആ ഒരു മാല പോലത്തെ ആ ഒരു ഐറ്റം നമുക്ക് ഹെയർ ബാൻഡിലേക്ക് നല്ലപോലെ ടൈറ്റിൽ ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4mm ഗിയർ വയർ തന്നെ യൂസ് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ കൂടുതലും നമുക്ക് നല്ല തിക്കിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ 4mm ഗിയർ വയർ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മളിതുപോലെ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലെ ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്ത് ഈ ഒരു മോഡൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും
ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം വീഡിയോസായിട്ട് നമ്മൾ ഇനിയും കാണുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരിയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് എന്തെങ്കിലും മോഡൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ആർ ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.